നമസ്കാരം. കൊച്ചിയിലാണ്, വിശാലമായ കൊച്ചി കായലിൽ പലതരം മനുഷ്യരുടെ പലതരം വിജയകഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അത്തരമൊരു വിജയകഥയാണോ പ്രചോദിത കഥയാണോ എന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കുകയാണ്. കൊച്ചി കാണാനെത്തുന്ന സഞ്ചാരികളെ കൊച്ചി കാണിക്കാൻ ഒരു ബോട്ട് വാടകയ്ക്ക് എടുത്ത് തുടങ്ങി. ഇന്ന് IRS ക്ലാസ് വെസലിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെസലിൻ്റെ ഉടമയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നിഷി. സ്വാഗതം. ആദ്യം മൊത്തം പേരെന്ന് പറഞ്ഞു. എൻ്റെ പേര് നിഷിജിത്ത് കെ ജോൺ എന്നാണ്. ഞാൻ ബേസിക്കലി ബോൾഗാട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബോൾഗാട്ടി നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നതാണ് ബോൾഗാട്ടി. കൊച്ചിയിൽ കുറേ ഐലൻഡുകളുണ്ട്. അതിൻ്റെ അകത്ത് കുറേ ഐലൻഡുകളിൽ ആളുകൾ താമസിക്കുന്ന ഐലൻഡുകളുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഐലൻഡാണ് ബോൾഗാട്ടി. ഞാനവിടെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ LKG ഒക്കെ പഠിക്കുമ്പോൾ ബോട്ടിലാണ് എറണാകുളത്ത് സ്കൂളിൽ പഠിക്കാൻ പോയത്. ആ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കാലഘട്ടം നമ്മൾ ബോട്ട് വിട്ടു പോകുന്നു, ജെട്ടിയിൽ നിന്ന് ബോട്ട് വിട്ടു പോകുമ്പോഴും നമ്മൾ ബോട്ടിൽ അടുത്ത ബോട്ട് കാത്തുനിന്ന് യാത്ര ചെയ്ത സ്ഥലമാണ് ബോൾഗാട്ടി. അവിടെ ഇപ്പോൾ നമ്മുടെ ഗോസറി പാലങ്ങൾ വന്നു, എല്ലാം നഗരത്തോടനുബന്ധിച്ചു. കൊച്ചിയിലെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ബോൾഗാട്ടി എന്നുള്ള ദ്വീപിലാണ് ഞാൻ ജനിച്ചതും. എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പെയിൻറ്റിങ് വർക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ വാർക്കപ്പണിക്ക് പോകുന്ന ആളാണ്. അന്ന് ഞാൻ ആൽബർട്ട്സ് കോളേജിലാണ് പഠിക്കുന്നത്. പ്രീ ഡിഗ്രിയും സ്കൂളൊക്കെ ഞാൻ ആൽബർട്ട്സ് സ്കൂളും കോളേജൊക്കെ തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ജോലി പോയി സാധാരണ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ ഒരു വാടക ബോട്ടിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അന്നൊരു വാടക ബോട്ടിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ്. പിന്നീടാണ് അതിൻ്റെ ബോട്ടിൻ്റെ അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ഒരു കൊച്ചിയിലേക്ക് തന്നെയാണ്. കാലത്ത് തന്നെ കൊച്ചി ഉണരും. വെളുപ്പിന് 5 മണിക്ക് തുടങ്ങി കൊച്ചി ഓണാണ്. കാരണം അത് വണ്ടർല എന്നുള്ളൊരു സ്ഥാപനം കൊച്ചിയിലുണ്ട്. അപ്പോൾ ഈ വണ്ടർലയിലേക്ക് വരുന്ന കുട്ടികൾ അടക്കം അല്ലെങ്കിൽ പാരൻസും അല്ലെങ്കിലും നമ്മുടെ എല്ലാ ആളുകളും വണ്ടർലയിലേക്ക് വരുമ്പോൾ ഒരു 10 മണിക്ക് തുടങ്ങുമ്പോൾ കാലത്ത് വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കൊച്ചിയിൽ. അപ്പോൾ കൊച്ചിയിൽ രാവിലെ ഒരു 5 മണി 6 മണി തുടങ്ങി ബോട്ടിങ് ഓണാണ്. അത് വേൾഡിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഓണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലായിടത്തും ഒരു ഈവനിങ് ടൂറിസമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോടും ടൂറിസം മന്ത്രി റിയാസിനോടൊക്കെ എനിക്കിപ്പോൾ റിയാസ് മിനിസ്റ്ററിനോടും പിണറായി വിജയൻ ചീഫ് മിനിസ്റ്ററിനോടൊക്കെ പറയാനുള്ളത്, കൊച്ചിയിൽ രാത്രി ഒരു ടൂറിസം ഹബ്ബ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബോട്ടിങ്ങും അതിനുള്ള സാധ്യതകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഞാനിത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് എൻ്റെ ബോട്ടുകൾ സ്വന്തമായിട്ട് നിർബന്ധിച്ചു. ഞാൻ 5 ബോട്ട് സ്വന്തമായിട്ട് പണിതു. ഞാൻ ക്ലാസിക് വാച്ച് എന്ന് പറഞ്ഞൊരു വാച്ചിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ HMD വാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഉഴപ്പനായിരുന്നു. 22 വർഷം മുമ്പ് എൻ്റെ ഈ കള്ളുകൂടിയൊക്കെ അങ്ങോട്ട് നിർത്തി ഞാൻ. എന്തായാലും ഇനി ഈ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും എന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഉപദേശിക്കണമെങ്കിൽ, അതായത് കള്ളു കുടിക്കാണ്ട് നീ ബിസിനസ് നടത്തണം അല്ലെങ്കിൽ ജോലി എടുക്കണമെന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ ഒരു കുടിക്കാൻ പാടാത്ത ആളായിരിക്കണം എന്നുള്ള പ്രതിജ്ഞ എടുത്തു. എൻ്റെ ദൈവാധീനം എന്ന് പറയാം, എൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയുടെയും അമ്മയുടെയും വെൽവിഷേഴ്സിൻ്റെയൊക്കെ പ്രാർത്ഥന ഭയങ്കര ഒരു ഇതായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ ഈ ബോട്ട് പണിതപ്പോഴും ഈ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് എനിക്ക് തോന്നിയൊരു കൺസെപ്റ്റാണ്. പറഞ്ഞാൽ ഈ വാച്ചിൻ്റെ പണി അവസാനിപ്പിച്ചപ്പോഴാണ് സമയം ശരിയായതെന്ന് തോന്നുന്നു. അല്ല, വാച്ച് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നപ്പോൾ എനിക്ക് നല്ല സമയമായിരുന്നു. ജോലി പോയപ്പോഴാണ് നമ്മൾ സമ്പാദ്യം ഇല്ലെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്. ഞാൻ കാർ ഓടിക്കാൻ ആദ്യം പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ ആൾക്കാർ കാർ ഓടിക്കും, സ്വപ്നമുള്ളോ കാർ, അതെങ്ങനെ ഓടിക്കുമെന്ന് അറിയാണ്ടത് പഠിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു ബിസിനസ്സുകാരൻ എങ്ങനെ ആകുമെന്ന്. എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു രീതിയിൽ മറ്റുള്ളവർ ഞാനൊരു വലിയ ബിസിനസ്സുകാരനായിട്ട് കാണും. പക്ഷെ എനിക്കറിയില്ല ഞാനൊരു ബിസിനസ്സുകാരനായിട്ടുണ്ടോ എന്ന്. പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഞാൻ തീരുമാനിക്കും. ഞാൻ എൻ്റെ കള്ളുകൂടി നിർത്തിയതും അങ്ങനെയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഫാദറിന് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മുടെ കുടുംബത്തിലൊന്നും ഒന്നുമില്ലല്ലോ. ഒരു ബിസിനസ് ചെയ്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യും? എൻ്റെ ഫാദറിന് ഭയങ്കര പേടിയായിരുന്നു ബിസിനസ്സിൽ. ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണ്? ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ IRS ക്ലാസ് വെസലിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? സ്വാഭാവികമായിട്ട് ആളുകൾക്ക് അറിയാനുള്ള താല്പര്യം. ഇതിൻ്റെ അകത്ത് ഇത് ഒരു 50 മീറ്റർ IRS ക്ലാസ് വെസലാണ്. ഇതിൻ്റെ അകത്ത് നമ്മളെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു തൂണ് പോലും ഇല്ലാണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം. പിന്നെ ഇത് കടലിൽ പോകാൻ പറ്റും, കടൽ യാത്ര നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ അഫോർഡബിൾ പ്രൈസ്, എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു പ്രൈസാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളൊരു DJ ക്ലബ്ബിലോ എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻട്രി ഫീസ് തന്നെ ഒരു 3000 രൂപ വരും. നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു 3 മണിക്കൂർ
ഡിന്നർ ക്രൂസ്, അല്ലെങ്കിൽ 3 മണിക്കൂറിൻ്റെ ഒരു ഡിന്നർ ക്രൂസ് നമ്മൾ വിത്ത് ലൈവ് ബാൻഡ്, DJ, ഡാൻസേഴ്സിൻ്റെ പ്രോഗ്രാം, അതായത് മെയിൽ ഫീമെയിൽ ഡാൻസേഴ്സിൻ്റെ പ്രോഗ്രാം, പിന്നെ എല്ലാം ഇതും കൂടെ ഒരു 2 or 3 നോൺ വെജിറ്റേറിയൻ ഡിന്നർ അടക്കം നമ്മൾ ചാർജ് ചെയ്യാനുള്ളത് 1899 രൂപ ആയിരിക്കും. അത് കുട്ടികൾക്ക് വില കുറവായിരിക്കും. അത് സ്റ്റുഡൻസിന് നമ്മൾ, എൻ്റെ ഒരു ആഗ്രഹം ഒരു 15% അവർക്ക് അഡീഷണൽ ഡിസ്കൗണ്ടും കൂടെ കൊടുക്കണമെന്നാണ്. കാരണം നമ്മുടെ ഭാവി സ്റ്റുഡൻസ് ആണല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് മെയർ എന്ന് പറഞ്ഞ സൗണ്ട് സിസ്റ്റമാണ്. മെയർ എന്ന് പറഞ്ഞ ബ്രാൻഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് 80 ടൺ AC ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു LED വാളുണ്ട്. LED വാൾ എന്ന് പറഞ്ഞാൽ വലിയ LED വാളാണ്. പിന്നെ കോൺഫറൻസുകൾക്ക് ഇൻറ്ററാക്റ്റീവ് പാനൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാർ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യും. മിക്കവാറും അത് നമുക്ക് ബാർ ലൈസൻസ് കിട്ടും. കാരണം കേരളം ഇപ്പോൾ ഏറ്റവും വലിയൊരു ടൂറിസം ഹബ്ബായി. നമ്മുടെ ഗവൺമെൻറ്റിനും ഏറ്റവും വലിയ നയം ടൂറിസം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കൊറോണ സമയത്താണ് ഇതിൽ പണി തുടങ്ങിയത്, വല്ലാത്തൊരു സമയത്താണ് തുടങ്ങിയത്. എത്ര കാലമെടുത്തു ഇത്? ഞങ്ങൾ മാർച്ച് 5-ാം തീയതിയാണ് വല്ലാർപാടത്ത് രാമന്തപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലം, കൊച്ചിൻ പോർട്ടിൻ്റെ ലാൻഡ് ലീസിനെടുത്തിട്ട് അവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, ക്രെയിൻ, ജനറേറ്റർ, കറണ്ട്, അവിടെ കാടായ സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ചു, എല്ലാ സാധനങ്ങളും വെച്ചു. ക്രെയിൻ, ജനറേറ്റർ, എല്ലാ സാധനങ്ങളും മേടിച്ച് സ്വന്തമായിട്ട് തന്നെ മേടിച്ച് ചായ കുടിക്കാൻ വേണ്ടി ചായക്കട തുടങ്ങണ പോലെ ഇതെല്ലാം വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ 1,20,000 രൂപയാണ് കൊച്ചിൻ പോർട്ടിന് ഒരു ലാൻഡിന് നമ്മൾ വാടകയ്ക്ക് എടുത്തത്. കൊച്ചിൻ പോർട്ടും നല്ല രീതിയിൽ നമുക്ക് ആ സാധനമൊക്കെ തരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. മാർച്ച് 5-ാം തീയതി ഇതിൻ്റെ കീഴിൽ ഇടൽ തുടങ്ങി. വല്ലാർപാടത്താണ് തുടങ്ങിയത്. വല്ലാർപാടം എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ചർച്ച് ഇവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു രീതിയിലും ഒരു ദിവസം പോലും നമുക്ക് മുടക്ക് വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ മാർച്ച് 5-ാം തീയതി തുടങ്ങുന്നു. മാർച്ച് 22-ാം തീയതി ലോക്ക്ഡൗൺ ആകുന്നു. എൻ്റെ ഒരു മനസ്സിൽ നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ത്യയിൽ ഇത്തരം മരുന്നുകളൊക്കെ പെട്ടെന്ന് വരും. ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടും, 3 മാസം കൊണ്ട് മരുന്ന് ഇറങ്ങും. എൻ്റെ ഒരു വിശ്വാസമുണ്ട് ഇതിന്. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ രീതിയിൽ ഞാനിത് എൻ്റെ പണി പാളി. ഇത് വാടക കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമോ, വീട്ടിലേക്കെല്ലാം പ്രശ്നമാവുമോ, പിള്ളേർക്കൊക്കെ ഞാനായിട്ടൊരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു ദിവസം ഞാൻ പേടിച്ചു. പിന്നെ അപ്പം ഞാൻ എൻ്റെ ഈ വെസൽ പണിയാൻ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം തന്നത് എൻ്റെ വൈഫിൻ്റെ ഒരു അങ്കിളുണ്ട്. ആ പുള്ളി കൊച്ചിൻ ഷിപ്പ് യാർഡിലെ ഒരു കോൺട്രാക്ടറാണ്. ഞാൻ കല്യാണം കഴിച്ച് ചെന്നപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ കൊണ്ടൊരു കപ്പൽ പണിയിപ്പിക്കണമെന്ന് അന്ന് തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. അത് 22 വർഷം മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹം അന്ന് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, നീ എന്തായാലും ഇത്ര ഇൻഫ്രാസ്ട്രക്ചറും ഇത്ര സാധനങ്ങളും നമ്മൾ കുറേ പൈസയൊക്കെ മുടക്കിയില്ലേ, നമുക്കിതിൻ്റെ ഹള്ള് മാത്രം പണിതിടാം, ബാക്കി നമുക്ക് വെള്ളത്തിലിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയൊക്കെ പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷേ ഞാനത് അങ്ങനെ അങ്ങോട്ട് ഫുള്ള് തീർത്തിട്ടാണ് ഞാനത് വെള്ളത്തിലേക്ക് ഇറക്കിയത്. ഏകദേശം 3 വർഷം എടുത്ത്. ആ ചോദ്യം കറക്റ്റാണ്. ഒരു സത്യം പറഞ്ഞാൽ ഇനിയൊരു വെസൽ എനിക്കിത് പണിയാൻ, ഇതേപോലത്തെ ഒരു വെസൽ പണിയാൻ എന്നെ സംബന്ധിച്ച് 1.5 വർഷം മതി. സാധാരണ നമ്മൾ പറയും കേരളം പോലൊരു സ്ഥലത്ത് ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സംഭവമായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു വെസൽ പണിയിറങ്ങിയത്. ഇപ്പോൾ ഇതിന് പിന്നിൽ ബാക്കി ഏജൻസികളുടെയൊക്കെ ഒരു കോർപ്പറേഷൻ അവരുടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മുടക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ വെസൽ ഞങ്ങൾ നിർബന്ധിച്ചത് IRS ക്ലാസ്സിലാണ്, ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ്. ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബോംബെയിലെ ഹെഡ് ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്തരം 7 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഓഫീസുകളും അന്ന് അവിടെ ഇരിക്കുന്ന നമ്മളെ സഹായിക്കാനിരിക്കുന്ന ആളുകളുമാണ് ഈ നമ്മുടെ IRS ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി. പിന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ക്ലിയർ ആണ്. പിന്നെ നമ്മുടെ കേരള മാരിടൈം ബോർഡ് വളരെ നമുക്ക് ആദ്യം തന്നെ യാർഡിൻ്റെ ഇൻസ്പെക്ഷൻ വന്നു. അവരൊക്കെ അവിടെ സഹകരണമൊക്കെ ഭയങ്കര ഗുണങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഞാൻ വന്നു, നമ്മൾ വിചാരിക്കുന്നു യൂണിയൻകാർ തടസ്സം എന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ യൂണിയൻകാരുണ്ട്, വല്ലാർപാടത്ത് യൂണിയൻകാരുണ്ട്. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ റേറ്റ് എന്താണ്? ഞങ്ങളുടെ റേറ്റ് ഇതാണ്, നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് തരാം, നിങ്ങളൊരു സാധനം ചെയ്ത്. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പണി ചെയ്യുമ്പോൾ ഒരു യൂണിയൻകാർ വന്നിട്ട് ഒരു പണി തടസ്സപ്പെടുത്താനോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇനി വേറെ എവിടെ ചെന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ പറഞ്ഞാലും ഞാൻ ആദ്യം കൊച്ചിയെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട് വലുതാകണം, നമ്മുടെ നാട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ മേയർ, ഹൈബീഡൻ MLA, രാജീവ് മിനിസ്റ്റർ, ഇവരെല്ലാം. പിന്നെ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് GCD ചെയർമാൻ ചന്ദ്രൻപിള്ള, അബ്ദുൾ മുത്തലീബ്, KPC സെക്രട്ടറി, എല്ലാം നമ്മളെ സംബന്ധിച്ച് ഒരു പാർട്ടിയല്ലല്ലോ. നമ്മൾ കൊച്ചി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു പാർട്ടിയല്ല. എല്ലാവരും നമുക്ക് വേണ്ടി നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അത് സപ്ലയർമാരാണെങ്കിലും നമുക്ക് ഇത്തിരി അയാൾ ഒരു വലിയൊരു കാര്യം ചെയ്യണമല്ലേ, അവർക്ക് ഇത്തിരി പൈസ ക്രെഡിറ്റ് കൊടുത്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടായ ഫലമാണ് ഞങ്ങളിങ്ങനെ നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ ഇത്രയും കാശ് മുടക്കി ചെയ്ത ഈ സാധനം ഇത് സക്സസ്ഫുൾ ആവാനുള്ള ആൾ കൊച്ചിയിൽ വരുന്നുണ്ടോ? സംശയമാണ്.
അല്ല ഞാൻ മറൈൻ ഡ്രൈവിൽ ബോട്ട് നടത്തി നല്ല രീതിയിൽ തന്നെ സെറ്റപ്പായ ആളാണ്. കാരണം നമ്മളിത് തുടക്കത്തിൽ വാടക ബോട്ടായിരുന്നല്ലോ, അതിൽ നിന്ന് 5 ബോട്ട് പണിതു. ഇത് കഴിഞ്ഞ ഒരു 12 വർഷം മുമ്പ് ഒരു ക്രിസ്മസ് ഡേ 25-ാം തീയതി അന്നത്തെ കേന്ദ്രമന്ത്രി കെ.വി. തോമസ് ഇനാഗ്രേറ്റ് ചെയ്തൊരു വെസലാണ് ഞങ്ങൾക്ക് ക്ലാസിക് പാരഡൈസ്. അന്ന് തന്നെ ടൂറിസം മിനിസ്റ്റർ അനിൽകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. 2 ദിവസം കൊണ്ടായിരുന്നു അന്ന് ലൈസൻസ്. അന്ന് നമ്മുടെ കേരള പോർട്ടിൻ്റെ തലപ്പത്ത് ജേക്കബ് തോമസ് സാറായിരുന്നു. ജേക്കബ് തോമസ് സാറിൻ്റെയൊക്കെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ആണ്. അത്രയും ഫാസ്റ്റായിട്ടുള്ള ഡിസിഷൻ മേക്കറിന് ഞാൻ അന്ന് ആ ഒരു കേരള പോർട്ട് ആ സമയത്താണ് കേരള പോർട്ട് ആയി വന്നത്. ഇന്ന് കേരള പോർട്ട് മാരിടൈം ബോർഡും നല്ല സ്ട്രോങ് ആയി. നമുക്ക് വേണ്ട അഡ്വൈസ് തരാൻ പറ്റിയ ആളുകൾ അവിടെ ഉണ്ട്. കാരണം നമ്മൾ ഏത് രീതിയിലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിപ്പോൾ ഒരു IV ആക്റ്റൊക്കെ വന്നു. IV ആക്റ്റൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലെയും റൂളുകൾ ഒന്ന് കറക്റ്റ് ചെയ്യാണ്ട് വരുന്നു. പക്ഷേ അത് ഇപ്പോൾ നമ്മുടെ കേരള മാരിടൈം ബോർഡ് അത് തിരുത്തുന്നുണ്ട്. മന്ത്രിസഭാ യോഗങ്ങളിലും എല്ലാത്തിലും നമുക്ക് കേരളത്തിൽ എന്ത് മാറ്റങ്ങളും വരുത്താൻ അവർക്ക് പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ വെസലിൻ്റെ ഓരോ കാര്യത്തിനും എന്നെ രാജീവ് മിനിസ്റ്റർ 1-2 പ്രാവശ്യം ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയാസ് മിനിസ്റ്റർ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇത് കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ തുടങ്ങാനുള്ള സാധ്യതകൾ. എന്നെ സംബന്ധിച്ച് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇത് തുടങ്ങണം, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഇത് ചെയ്യണം എന്ന് ഞാൻ ഒരു അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നത് ആരുമല്ല, അന്ന് ഷിപ്പിംഗ് മിനിസ്റ്റർ ആയിരുന്ന നിതിൻ ഗഡ്കരി മിനിസ്റ്ററാണ് എൻ്റെ അടുത്ത് ഇത് വെസല് ഇത് ഭയങ്കര ഒരു പോസിബിലിറ്റിയാണ്, നിങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അന്ന് ഞാനൊരു വേറൊരു കാര്യത്തിന് പോയപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് ഈ വെസൽ ഡിസൈൻ ചെയ്ത ജിത്തു സുകുമാരൻ എന്ന് പറഞ്ഞുള്ള പുള്ളി ഒരു ഷിപ്പ് ബിൽഡറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഡിസൈനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്ത് വന്നത്. ഇതിൻ്റെ അകത്ത് നേവൽ ആർക്കിടെക്ട് വിജിത് സാറാണ്, IRS പുള്ളിയുടെ സ്ഥാപനത്തിൻ്റെ പേരായി. ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. കാരണം ഡിസൈൻ ചെയ്യാനും അവരുടെയൊക്കെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്ലാസ്സാണ്. അപ്പോൾ ജിത്തുവിൻ്റെ ഇതും പിന്നെ ഒരു പ്രതീക് എന്ന് പറഞ്ഞൊരു ഡിസൈനറുണ്ട്, അവരുടെയും ഒരു മോഡലാണ് നമ്മളത്. സാധാരണ നമ്മളിവിടെ കൊച്ചിയിലൊക്കെ എന്തെങ്കിലും പണത് ഒരു ബാർജ് മോഡലായി പോകുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇതൊരു യൂറോപ്യൻ മോഡലാകണം എൻ്റെ ആഗ്രഹം. അന്ന് ഞാൻ ആഗ്രഹിച്ചത് നിതിൻ ഗഡ്കരി സാറിനെ കൊണ്ട് മിനിസ്റ്ററിനെ കൊണ്ട് ഇന്ത്യയിൽ ഇതെല്ലായിടത്തും പണിയിപ്പിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ അച്ചീവ് ചെയ്തു. ദൈവത്തിൻ്റെ ഭയങ്കര അത്ഭുതകരങ്ങൾ. അദ്ദേഹത്തിനെ ഞാൻ 7 പ്രാവശ്യം കാണുകയും അദ്ദേഹം എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ 6-7 തവണ നിഷി കെ ജോൺ എന്ന പേര് പറഞ്ഞ കേന്ദ്രമന്ത്രി എങ്ങനെയായിരുന്നു പുള്ളി ആദ്യമായിട്ടാണ് കാണാൻ പോയത്? അതിനുള്ളൊരു ഒരു റൂട്ട് എങ്ങനെയായിരുന്നു? നമ്മളിങ്ങനെ ചെന്ന് ഒരു മന്ത്രിയെ അങ്ങനെ കാണാൻ പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അത് നല്ല ചോദ്യമാണ്. അതായത് ഞാനത് ട്രാൻസ്പോർട്ട് ഭവനിൽ ഷിപ്പിംഗ് മിനിസ്റ്റർ അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്ററിനൊന്ന് കാണാം, ഇത് നമ്മളിങ്ങനെ വെസൽ പണിയുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ചെല്ലണേ. ഞാനപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഗഡ്കരിജിയുടെ ഓഫീസും അവിടെയുണ്ട് മനസ്സിലായി. അപ്പോൾ ഞാനവിടെ ഒരു മലയാളി ആണെന്ന് തോന്നുന്ന ഒരു ഓഫീസർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് ഹിന്ദിയിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ണൂരുകാരനാണ്, എന്താണെന്ന് ചോദിച്ചാൽ അപ്പം ഇങ്ങനെ ഗഡ്കരിജിനെ ഒരു പ്രാവശ്യം കണ്ടിരുന്നു, അപ്പോൾ എന്നോട് ഷിപ്പിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതുപോലെ ഒരു ബോട്ട് പണിത്. ഇപ്പോൾ ഷിപ്പിംഗ് മിനിസ്റ്റർ ഗഡ്കരിജി അല്ലല്ലോ, ഗഡ്കരിജിനൊന്ന് അപ്പം ഞാൻ ഷിപ്പിംഗ് മിനിസ്റ്ററിനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെന്തായാലും ഗഡ്കരിജിനൊന്ന് കാണാറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കങ്ങനെ കാണാൻ പറ്റുമോ? ഞാൻ എന്തായാലും നിങ്ങളെ കയറ്റി വിടാം. സെക്രട്ടറി പുള്ളിയുടെ IAS ഓഫീസ് സെക്രട്ടറി വളരെ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങളൊന്ന് അദ്ദേഹത്തിനെ കാണുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹം എൻ്റെ വീഡിയോസും ഈ ചാനലിൽ വന്നും പത്ര കട്ടിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ഇമ്പ്രസ്ഡായി. പുള്ളി പറഞ്ഞു ഇത് ഗഡ്കരിജി തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ട സാധനമാണ്, നിങ്ങൾ വിചാരിച്ചടുത്ത് എത്താൻ പറ്റും, നിങ്ങൾ 2 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് അവിടെ പോയിട്ട് ഭയങ്കര അത്യാവശ്യമുള്ളതാണ്, എൻ്റെ ബോട്ട് പണി നടക്കുന്നതാണ്, ഞാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ലല്ലോ, അത് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്ക് നാളെ വരാൻ പറ്റുമെങ്കിൽ നീ വന്നോ, ഞാൻ മിനിസ്റ്ററിനെ നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മിനിസ്റ്ററിനെ കണ്ടു. മിനിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു, 1.5 വർഷം മുമ്പാണ്. മിനിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മിനിസ്റ്റർ ഞാനിതിങ്ങനെ പണിത് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഉദ്ഘാടനത്തിന് വന്നാൽ മതി, ഉദ്ഘാടനം ഒന്ന് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഷിപ്പിംഗ് മിനിസ്റ്റർ അല്ലല്ലോ, എനിക്ക് അങ്ങനെ വരാനൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഞാനിപ്പോൾ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ മിനിസ്റ്ററാണ്, അറിയാമല്ലോ, വേറെ എന്തെങ്കിലും പറയാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ ഷിപ്പിംഗ് മിനിസ്റ്ററിനെ കണക്ട് ചെയ്തൊക്കെ ഞാൻ എല്ലാം നിങ്ങളെ വേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കഴിഞ്ഞ് വിട്ടില്ല. ഞാനത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടി പിന്നെയും ചെന്നു. സെക്രട്ടറിമാർ എന്നെ വളരെ ഈസി ആയിട്ട് എന്നെ കയറ്റി വിട്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് അപ്പോഴും ലാസ്റ്റ് മീറ്റിങ്ങിന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം കണ്ടു, വീഡിയോ ഒക്കെ കണ്ടു, ചോദിച്ചു ഇത് നിനക്ക് ഒരെണ്ണം വേറെ നമുക്ക് നാഗ്പൂരിന് വേണ്ടി അല്ലെങ്കിൽ വേറെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പണിയാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ഹിന്ദിയിലാണ് ചോദിച്ചത്, മുഴുവൻ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും, എന്നാൽ യു കം ഇൻ മൈ കാർ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കൂട്ടുകാരന്മാർക്ക് അപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, ഗഡ്കരിജി എൻ്റെ കാറിൽ വിളിച്ചിട്ടുണ്ട്,
ഞാനങ്ങോട്ട് അതൊരു ഹൈഡ്രജൻ കാറിൽ 2 സെക്രട്ടറിമാരും അദ്ദേഹത്തിൻ്റെ അവരുടെ നടുക്ക് വരുന്നു. ഞാൻ എൻ്റെ മൊബൈലിൽ കാണിക്കുന്നു, അതായത് ഇവിടെ ട്രെഡ്ജിങ് നടക്കുന്നു, അതൊക്കെ കാണിച്ചു കൊടുക്കണേ. അദ്ദേഹം അതെല്ലാം, അതായത് ഒരു ഫുൾ പഠിക്കണേണ് അതിൽ നിന്ന്. എന്നെ കൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എനിക്കിതുപോലെ ചെയ്യാൻ പറ്റുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു നാഗ്പൂർ വരാൻ പറഞ്ഞു. അന്ന് തന്നെ ഞാൻ നാഗ്പൂർ ചെന്നു. നാഗ്പൂർ പിറ്റേ ദിവസം അവിടുത്തെ കോർപ്പറേഷൻ, അവിടുത്തെ PWD, അവിടുത്തെ കോൺട്രാക്ടർമാർ എല്ലാവരും എന്നെ കാത്തൊരു 3-4 കാറ് രാവിലെ എന്നെയും കൊണ്ടുപോയി ഫുൾ അവിടുത്തെ ലേക്കുകൾ കാണിച്ചു. ഞാൻ ഓരോ പ്രൊജക്റ്റുകൾ, എൻ്റെ മോനും ഞാനും കൂടെ അപ്പം തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാനൊരു ഹൈ പ്രൊഫഷണൽ ആളൊന്നുമല്ല. അപ്പം തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തു, എല്ലാം ഞാൻ പ്രൊഫഷണലായിട്ട് അയച്ചു. വൈകുന്നേരം ഇപ്പോൾ കട്ട്കരിച്ചിട്ട് വീട്ടിൽ ഞാൻ കാണുന്നതാണ്. നാഗ്പൂർ ഒരു വീട്ടിൽ അവിടെ അന്ന് പൂജ ഹോളിഡേയ്സിൻ്റെ പൂജ നടക്കുന്നതാണ്. അദ്ദേഹം ആ പൂജയുടെ ഇടയിലും എന്നെ കണ്ടു. ഒരു 2 പ്രാവശ്യം അന്ന് മിനിസ്റ്ററിൻ്റെ വീട്ടിൽ ഞാൻ രാത്രി 11 മണിക്കും 7 മണിക്കൊക്കെ പോയി. മിനിസ്റ്റർ എനിക്ക് അതായത് ഭയങ്കര ഒരു പ്രചോദനം തരുന്ന ഒരു മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തി. അങ്ങനെ അപ്പോൾ ഞാനത് തിരിച്ചു വരുമ്പോൾ ഞാൻ രാജീവ് മിനിസ്റ്ററിന് അന്ന് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ബോംബ് ആക്സിഡൻറ്റ് നടന്നു. ഞാനും രാജീവ് മിനിസ്റ്ററും കൂടെ ഫ്ലൈറ്റിൽ ഒരുമിച്ചായിരുന്നു. ഞാൻ രാജീവ് മിനിസ്റ്ററിനോട് ഇപ്പോൾ ഇത് പറഞ്ഞു. രാജീവ് മിനിസ്റ്റർ പറഞ്ഞു വളരെ ഗംഭീരം, അച്ചീവ്മെൻ്റ് ആണത്, നല്ല കാര്യം എന്നൊക്കെ രാജീവ് മിനിസ്റ്റർ എനിക്ക് ഒരു അരമണിക്കൂർ രാജീവ് മിനിസ്റ്റർ എന്നോട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്നും ചോദിച്ചറിയുകയും എന്താണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പോസിബിലിറ്റി എന്താണെന്നും ഒരു വ്യവസായ മന്ത്രി നമുക്ക് ടൂറിസത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇത് ഇൻഡസ്ട്രി, ഈ ടൂറിസം നമുക്കൊരു ഇൻഡസ്ട്രി ആക്കണം, അതിനുവേണ്ടി എല്ലാ സഹായവും ഒക്കെ ചെയ്തു. പിന്നെ മിനിസ്റ്ററിൻ്റെ അപ്പം തന്നെ മിനിസ്റ്ററിൻ്റെ സെക്രട്ടറിയുടെ നമ്പറൊക്കെ തന്നു. എന്തുണ്ടെങ്കിലും അവരോട് കോർഡിനേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, അതായത് കൊച്ചിക്കാരൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും അല്ലെങ്കിൽ കേരളീയൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായി. അതായത് GCDയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കൊരു ജെട്ടി അലോട്ട് ചെയ്തു. ഞങ്ങൾ ഫ്ലോട്ടിംഗ് ജെട്ടി മറൈൻ ഡ്രൈവിൽ ഉണ്ടാക്കി ഈ വെസൽ അടുപ്പിക്കാൻ വേണ്ടി. കാരണം ബോട്ടിലേക്ക് കയറാനുള്ള ഒരു സേഫ്റ്റി നമ്മുടെ ഭയങ്കര ഘടകമാണ്. അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഫെറാസിമെൻ്റ് എന്നുള്ള ഒരു ടെക്നോളജി കൊണ്ട് നമ്മൾ ഈ ബോട്ട് ജെട്ടി ഉണ്ടാക്കി. അപ്പോൾ ട്രെഡ്ജിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വലിയ വെസലുകൾ നമ്മൾക്ക് ഇവിടെ വരാൻ പറ്റത്തത് നമ്മൾ മറൈൻ ഡ്രൈവിൽ അടുത്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഐലൻഡിലൊന്നും അടുത്തു കഴിഞ്ഞാൽ വാക്കിംഗ് കസ്റ്റമേഴ്സ് ഒന്നും കിട്ടില്ല. നമ്മൾ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഈ ലോണും കടമൊക്കെ മേടിച്ച് പല ആൾക്കാരോടും മേടിച്ച് തിരിച്ചൊക്കെ കൊടുക്കണ്ടേ. നമ്മൾ ഭയങ്കര ഒരു ഒരു 50 നിലയുള്ള ഒരു കെട്ടിടം പണിയാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ 25 നിലയുള്ള ഒരു കെട്ടിടം പണിയാൻ എളുപ്പമാണ്. ഒരു ഷിപ്പ് പണിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്ക്, കാരണം ഇതൊരു IRS ക്ലാസ്സിൻ്റെ എല്ലാ സാധനങ്ങളും അപ്രൂവൽ വേണം. ഞാനിത് കേബിൾ എടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം വലിയ ഇലക്ട്രിക്കൽ കമ്പനിയുടെ കേബിൾസ് ഉണ്ട്. നമ്മൾ ഓടിപ്പോയി കേബിൾ മേടിക്കാൻ പോയപ്പോഴാണ് പറയുന്നത് അയ്യോ കേബിൾ IRS ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം. ആ കേബിൾ IRSൻ്റെ സർട്ടിഫിക്കറ്റോട് കേബിൾ ഉണ്ടാക്കണമെങ്കിൽ 3 മാസം പൈസ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിൽക്കണം. നമ്മൾക്ക് ആരും പറഞ്ഞു തരാനില്ല. കാരണം നമ്മൾ വിചാരിക്കും ഗൂഗിളിൽ ചെക്ക് ചെയ്ത് എല്ലാം കിട്ടുമെന്ന്. പക്ഷേ എല്ലാം ഒന്നും ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കിട്ടില്ല IRSൻ്റെ സാധനങ്ങൾ. ഇതൊരു ഭയങ്കര ഒരു ചലഞ്ചിലൂടെ തന്നെയാണ് ഇത് നീറ്റിലിറക്കണതും ഓടിക്കാൻ ഇപ്പോൾ ശ്രമിച്ചു. ഈ നേരത്തെ പറഞ്ഞൊരു ഒരു ഒരു സ്ഥാനത്തിലേക്കാണ് ചോദ്യം. അതായത് രാവിലെ 6 മണിക്ക് ഓണാകുന്ന കൊച്ചി, രാത്രി വളരെ വൈകി ഉറങ്ങുന്ന കൊച്ചി എന്ന് നമുക്കറിയാം. പക്ഷേ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞാൽ ഈ വാട്ടർ ടൂറിസത്തിന് നമുക്കിവിടെ സാധ്യതയുണ്ടോ? ഇപ്പം നമുക്ക് നല്ല സാധ്യതയാണ്, അനന്തമായ സാധ്യതയാണ്. അത് സൺസെറ്റ് ക്രൂസ് വരെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഈ വെസൽ ഞങ്ങളുടെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡിന്നറും കൂടെ പ്രൊമോട്ട് ചെയ്യണം. കാരണം നമ്മൾ സിംഗപ്പൂരോ അല്ലെങ്കിൽ വേറെ ബാങ്കോക്കിലൊക്കെ ചെല്ലുമ്പോൾ എല്ലായിടത്തും ഡിന്നർ ക്രൂസ്, ലൈവ് ബാൻഡ് DJ, ആ ഒരു കൺസെപ്റ്റ് എന്നാൽ നമ്മൾക്ക് ഏറ്റവും വേൾഡ് ക്ലാസ് ആയിട്ട് കൊടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. കാരണം ടൂറിസ്റ്റുകൾക്ക് കൊച്ചിയിൽ വന്നാൽ വൈകുന്നേരം എന്ത് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല പലപ്പോഴും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റി ആയിട്ടുള്ള ഈ വെസലുകളൊക്കെ രാത്രികൾ നമുക്ക് ഓടിക്കാൻ പറ്റും, നമുക്ക് ഡിന്നർ ക്രൂസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതായത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില വ്യക്തികളുടെ വാക്കുകളാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു സാറ് പണ്ട് ടൂറിസത്തിലുണ്ടായിരുന്ന ടൂറിസം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാനിങ്ങനെ KTM കേരള ട്രാവൽ മാർട്ടിലേക്ക് മെമ്പേഴ്സാണ് നമ്മൾ. അവിടെ ഒരു ഇതിൽ വെച്ചാണ് വേണു സാറിനെ കാണുന്നത്. വേണു സാർ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ ഞാൻ തൻ്റെ ഒരു ആരാധകനാണെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അവാർഡാണത്. അതേപോലെ ഇപ്പോഴത്തെ ടൂറിസം ഡയറക്ടർ നൂഹൊക്കെ വളരെ, അതായത് നമ്മൾ ഒരു മെസ്സേജ്, നമ്മളൊരു ബോട്ട് നമ്മൾ പണിതൊരു അതിൻ്റെ ഒരു സാധനം ഒരു വീഡിയോ ഇടുമ്പോൾ അത് കാണുന്നതും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ അവർ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പ്, ഇവിടുത്തെ ട്രാവൽ ഏജൻസ്, സാധാരണക്കാരനായ പല ട്രാവൽ ഏജൻസുകളും ഞങ്ങൾക്ക് ഈ ക്ലാസിക് പാരഡൈസിന് ബിസിനസ് നന്നായിട്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ ലോവസ്റ്റ് റേറ്റാണ് എല്ലാവരോടും ചാർജ് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് 350 രൂപക്ക് നമ്മൾ സൺസെറ്റ് ക്രൂസ് വിത്ത് DJ, ഡാൻസേഴ്സ് പ്രോഗ്രാം, ടീ സ്നാക്സ് ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ അത് 600 രൂപയായി. അതിന് നല്ല തിരക്കാണ്. അപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് വെക്കാറായല്ലോ. അതുകൊണ്ടാണ് നമ്മളിത് പണിത്. കാരണം എന്നെ സംബന്ധിച്ച് മൗത്ത് ടു മൗത്ത് അഡ്വർടൈസ്മെൻറ്റാണ് ഞങ്ങൾ ഇത്ര നാൾ ചെയ്തേക്കണം. ഞങ്ങൾ 1 രൂപ പരസ്യത്തിനോ ഒന്നിനും ഞങ്ങൾക്ക് മുടക്കാൻ ഞങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടില്ല. കാരണം ഇത് ബോട്ട് പണിത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ബോട്ടുകൾ നമ്മൾ
ഫോഴ്സ്ഫുള്ളി നമുക്കൊരു വീട് വെക്കാനൊന്നും പറ്റില്ല. കാരണം അത് പൈസ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ബോട്ട് ഉണ്ടാക്കണ്ടേ. കാരണം കൊച്ചിയിലെ നമ്മൾ ഓണാക്കണ്ടേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു ഈ ബോട്ടിൽ കയറി സ്കൂളിൽ പോയി തിരിച്ചു വന്നിരുന്നൊരു കുട്ടിക്കാലമാണ്. പൂഞ്ഞിക്കരക്കാരൻ ആണെന്ന് പറഞ്ഞു. ആ കുട്ടിക്കാലവും പൂഞ്ഞിക്കരക്കാരനാണെന്നുള്ള ധൈര്യവുമാണോ ഇതിന് ഈ ഒരു വെസലിന് പിന്നിലേക്ക് ഏറ്റവും വലിയൊരു വെസൽ എന്നുള്ളൊരു സ്വപ്നവും അതിന് പിന്നിലേക്കുള്ള പോക്കിനും ഒക്കെ ഒരു ഞാൻ ബോൾഗാട്ടി താമസിച്ചിട്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് എൻ്റെ വീടിൻ്റെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ പഠിത്തം തടസ്സപ്പെടുത്തിക്കൊണ്ട് വലുതായിട്ട് ഞാൻ പഠിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും എൻ്റെ പഠിത്തം തടസ്സപ്പിക്കൊണ്ടിരുന്നത് വെച്ചത് മറ്റേ നമ്മുടെ ബോട്ടിൻ്റെ കൽപ്പാത്തി അടിക്കണ സൗണ്ടാണ്. തൊട്ടപ്പുറത്ത് പെത്തിരമേശ്വരി എന്ന് പറഞ്ഞൊരു ആടും അതിൻ്റെ മതിലുമാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിക്കണ സൗണ്ട് ഉണ്ട്. ഇത് ഈ കയറ് അങ്ങാടി കണ്ട് അടിക്കണ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ 10ാം ക്ലാസ് പഠിക്കുന്നത്. അന്ന് എൻ്റെ ആഗ്രഹം ബോട്ട് ഇറക്കുമ്പോൾ വെള്ളത്തിലിറക്കുമ്പോൾ അന്ന് 200-300 രൂപ വെള്ളത്തിലിറക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ അന്ന് പക്ഷേ ഞാൻ 10ാം ക്ലാസ്സുകാരനാണല്ലോ, എന്നെ അവർ വിളിക്കൂലല്ലോ. അന്ന് ആ ബോട്ട് ഇറക്കുമ്പോൾ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞൊരു ആഗ്രഹക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ നമ്മളവിടെ ആ കമ്പോലയിൽ നിന്ന് മീൻ പിടിക്കുന്നു, ചിലപ്പോൾ ആ ഉപ്പുവെള്ളത്തിൽ തന്നെ പുഴുങ്ങി തിന്നുള്ള ഒരു പരിചയമൊക്കെ എനിക്ക് മീനും ഈ കായലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ എന്നോട് എന്നാ കൂട്ടുകാരന്മാരൊക്കെ ജങ്കാറിലൊക്കെ വെച്ച് ചോദിക്കും എന്താണ് നിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു. അതേപോലെ ഒരാൾ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു എന്താണ് നിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ വേൾഡിലും പോകണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊന്ന് അമേരിക്കയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കൂട്ടുകാരനോട് പറഞ്ഞു നീ പറഞ്ഞ ആഗ്രഹം നീ അത് അച്ചീവ് ചെയ്തു. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ കായൽ ടൂറിസം കൊണ്ട് തന്നെയാണ്. അതായത് അപ്പോൾ ആ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളും ഈ ബോട്ട് അന്ന് എനിക്കറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബോട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ജോലിയൊക്കെ പോയി HMD വാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലിയൊക്കെ പോയി. പിന്നെ ഞാൻ അത്ര വലിയ പോസ്റ്റിൽ ഇരുന്നിട്ട് അടുത്തയിലേക്ക് എനിക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വാടക പോയിട്ട് തുടങ്ങിയത്. കാരണം പിന്നെ ഒന്നുമില്ലാത്തടത്ത് തുടങ്ങിയതാണ്. അതൊരു നല്ല കാരണം അത്ര വലിയ സാധ്യത ഉണ്ടെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അവർ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചർ ഇവിടെ ഉണ്ട്, നിങ്ങൾ എന്താണെങ്കിലും ബോട്ടൊക്കെ പണിയുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണറുണ്ട്, പുള്ളി അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് പിന്നെ തന്നെത്താനെ അങ്ങോട്ട് പോയതാണ്. ഞാൻ പറഞ്ഞ വണ്ടി ഓടിക്കാൻ എങ്ങനെ പറ്റുമെന്ന് പറഞ്ഞ പോലെ തന്നെത്താനെ പോയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ പലതും പണിയാൻ പറ്റും. കളക്ടറൊക്കെ നമ്മൾ വളരെ സപ്പോർട്ടീവാണ്. ഞാനത് പറയാൻ പറഞ്ഞു. GCയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ള, കളക്ടറൊക്കെ വളരെ സപ്പോർട്ടീവാണ്. മേയർ, ഹൈബീഡൻ MLA, ഹൈബീഡൻ MP, വിനോദ് MLA, ഇവരെല്ലാവരും നമുക്ക് വളരെ സപ്പോർട്ടീവാണ്. ഇപ്പോൾ മാക്സി ചേട്ടനാണെങ്കിലും ഉണ്ണികൃഷ്ണൻ MLA ഒക്കെ ആണെങ്കിലും നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ആർക്കും ഇവർ വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് പ്രൈസ് കൊടുക്കണമെന്നാണ് ആഗ്രഹം. ആൾക്കാർ പറയും വളരെ നമ്മൾ റേറ്റ് കുറക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ റേറ്റ് കൂട്ടിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വെസൽ വന്ന് കണ്ട ഇതിൻ്റെ അകത്ത് ഒരു DJ സാധനമുണ്ട്. ഇതിൻ്റെ അകത്ത് 1899 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അതായത് ഒരു ടാക്സി ഡ്രൈവർക്ക്, ഒരു ഓട്ടോക്കാരനും, ഒരു മുതലാളിക്കും ആർക്കും വ്യത്യാസമില്ല. എല്ലാവർക്കും സെയിം റേറ്റിന് നമ്മൾ ചാർജ് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്ലാസിക് പാരഡൈസ് വെച്ച് യൂസഫ് അലിക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രാൻഡ് അംബാസഡർ യൂസഫ് അലിക്കാണ്. പക്ഷേ യൂസഫ് അലിക്കൊക്കെ അറിയില്ല. കാരണം ബഹ്റൈൻ പ്രിൻസ് വന്നപ്പോഴും ഖത്തർ ഗ്രൂപ്പ് വന്നപ്പോഴും ഞങ്ങളാണ് ചെയ്തത്. അന്ന് ടാജൊക്കെയാണ് ഫുഡൊക്കെ ചെയ്തത്. പക്ഷേ ഞങ്ങളാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എന്ത് വലുതും ചെയ്യാന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് കൊച്ചിയിൽ വന്നാൽ നമ്മുടെ ബോട്ടിൽ പോകണമെന്നുള്ള അതിൻ്റെ ഫുൾ ലെവലിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു വളരെ ചോദ്യചിഹ്നം വരുന്നു. 2 വർഷം മുമ്പ് ഞാനതിന് കണ്ടെത്തി. ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു കമ്പനീനാണ്, ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഞാൻ പരിചയപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും അതായത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് വേൾഡ് ക്ലാസ്. അതായത് നമ്മൾ ഈ ബോട്ട് ഒരു വേൾഡ് എക്സിബിഷന് പോയാൽ എനിക്ക് ഷുവറാണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് നമുക്ക് കിട്ടിയിരിക്കും. കാരണം ഈ ക്ലാസ്സിൽ ഈ ഒരു വെറൈറ്റി വെസൽ ആർക്കും ഉണ്ടാവില്ല. ഈ ഗ്ലാസ്സൊക്കെ നോക്കി അറിയാൻ പറ്റും. ഇത് അത്ര 33 mm ഫുൾ വാക്യൂം ഗ്ലാസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതൊക്കെ ഓരോ കമ്പനികൾ ചെയ്തതാണ്. അവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നമ്മൾ ഇത്തിരി പൈസയൊക്കെ കടം തന്നിട്ടുള്ള ആൾക്കാരാണ്. കാരണം ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ഡീറ്റെയിലിൻ്റെ അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. വളരെ അതായത് അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനവും അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നിഷി നിങ്ങൾക്കിത് ഞാൻ ചെയ്തു തരും. ആ ഒരു വിശ്വാസം അവരുടെ ടീം നമ്മൾ നിന്ന് ഇപ്പോൾ ഈ ചെയറൊക്കെ ഡീറ്റെയിലിൻ്റെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ വേറെ ലോക്കലിടും, അത് പറ്റില്ല, നിങ്ങളൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് എന്നെ വളരെ ഇത്ര സപ്പോർട്ട് ചെയ്തേക്കുന്ന ആൾക്കാരാണ് ഡീറ്റെയിൽ. പിന്നെ ഞാൻ പറഞ്ഞത് ഡിസൈൻ ചെയ്ത വിജിത് സാറ്, കൊച്ചിന് അങ്ങനെ കുറേ ആളുകൾ ഇതിൻ്റെ പുറയിലുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സപ്പോർട്ടീവ് തന്നെയായിരുന്നു. അതാണ് ഈ കുറേ മനുഷ്യർ ഒത്തുചേർന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ നമ്മളെ കൂടെ നിൽക്കും എന്ന് ഈ പൗലോ കുലോ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ നിശ്ചിതരെ കാണുമ്പോൾ നിശ്ചിതരെ സംസാരിക്കുമ്പോൾ അതാണ് ഓർമ്മ വന്നത്. പ്രേക്ഷകരോട് കൊച്ചി വളരുകയാണ്, കൊച്ചിയുടെ ടൂറിസം വളരുകയാണ്. ടൂറിസത്തിനെ ചുറ്റിപ്പറ്റി പുതിയ സാധ്യതകൾ
നമ്മൾ ഈ കാണുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വെസൽ വരികയാണ്. കടൽ കാണാൻ പോവാം, ഉല്ലാസഭരിതരായി പോയി തിരിച്ചു വരാം. ഒരുപാട് പുതിയ വെസലുകൾ വരുന്നു. ആ സാധ്യതകൾ കണ്ടെത്തി വിഷയപ്പോലുള്ള പുതിയ സംരംഭകർ ചെറുപ്പക്കാരും വരുന്നു. സന്തോഷം.